സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനമുയർത്തി ലത്തീൻ സഭ. ദുരന്ത നിവാരണ സംവിധാനം ഉറക്കത്തിലെന്ന വിമർശനവുമായി ഫാദർ യൂജീൻ പെരേര. കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബം സർക്കാരിനെതിരെ രംഗത്ത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് വിലയിരുത്തൽ. കനത്ത മഴയിൽ നാടെങ്ങും ദുരിതം പെയ്തിറങ്ങുകയാണ്. വെള്ളം പൊങ്ങിയും മലകളിടിഞ്ഞും എവിടെയും ഭീഷണി നിറഞ്ഞ് നിൽക്കുകയാണ്. കടലോര പ്രദേശങ്ങളിൽ വലിയ ഭീതിയാണുള്ളത്. മത്സ്യബന്ധനത്തിനു പോയ പലരും ഇനിയും തിരിച്ചെത്തിയിട്ടില്ല. ക്രിയാത്മകമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയാണ് സംഭവിക്കുന്നതെന്ന പരാതിയും വിവിധ കോണുകളിൽ നിന്നും വ്യാപകമായി ഉയരുന്നുമുണ്ട്. അഞ്ചുതെങ്ങിൽ മത്സ്യബന്ധനത്തിന് കടലിൽ പോയ ഷിജിനെ കാണാതായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന പരാതിയുമായി ഷിജിന്റെ ഭാര്യയും മക്കളും ഉൾപ്പെടെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ടുന്ന അവസ്ഥ വരെ ഉണ്ടായി. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന് എല്ലാവിധ പിന്തുണകളും നൽകി വന്നിരുന്ന ലത്തീൻ സഭ പോലും ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ലത്തീൻ സഭ വികാരി ജനറൽ ഫാദർ യൂജീൻ പെരേര സർക്കാരിനെതിരെ വലിയ ആക്ഷേപമാണ് ഉയർത്തിയത്. ദുരന്ത നിവാരണ സംവിധാനം ഉറക്കത്തിലാണെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ പ്രധാന കാരണമെന്നും ഫാദർ യൂജീൻ പെരേര കൂട്ടിച്ചേർക്കുന്നു. 2018 ഓക്കിയുണ്ടായപ്പോൾ ഭരണകൂടം പരാജയപ്പെട്ടു. അവിടെ നിന്ന് ഒരിഞ്ച് പോലും മുന്നോട്ടു പോയിട്ടില്ല. കാലാവസ്ഥാ മുന്നറിയിപ്പിനുള്ള ഫലപ്രദമായുള്ള സംവിധാനം ഏർപ്പെടുത്തണം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി ഉറക്കത്തിലാണ്. ജൂൺ മാസത്തിൽ ഫിഷറീസ് മന്ത്രിയെ നേരിട്ട് കണ്ട് മുതലപ്പുഴയിൽ സുരക്ഷ ഉറപ്പാക്കാൻ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ലൈറ്റ് ലഭിക്കാനുള്ള സംവിധാനം പോലും ചെയ്തിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിക്കാൻ സമ്മർദ്ദം ചെയ്യുന്നുണ്ട്, യൂജീൻ പെരേര പറഞ്ഞു. കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകാൻ ഫലപ്രദമായ സംവിധാനം ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ഒരു സ്ക്വാഡ് ഇല്ല. കൃത്യമായ മേൽനോട്ടം വഹിക്കാത്തതുകൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്നും യൂജീൻ പെരേര പറഞ്ഞു. ഇനിയൊരു മരണം ഇല്ലാതിരിക്കാൻ ഇടപെടൽ ഉണ്ടാകണം. കാലാവസ്ഥാ വ്യതിയാനം കൃത്യമായി അറിയിക്കണം. കടലിൽ പോകരുത് എന്ന് മുന്നറിയിപ്പ് നൽകുമ്പോൾ മിനിമം വേതനം നൽകാൻ സർക്കാർ തയ്യാറാകണം. സഹായം ലഭിക്കാതെ വരുമ്പോഴാണ് മുന്നറിയിപ്പ് ലംഘിച്ചും മത്സ്യബന്ധനത്തിന് പോകുന്നത്. മത്സ്യത്തൊഴിലാളികളെ അവഗണിക്കുന്ന സമീപനത്തിനെതിരെ പ്രതിഷേധിക്കും. മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം, യൂജീൻ പെരേര ആവശ്യപ്പെട്ടു. മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ സംസ്ഥാനത്തിന്റെ ഹെലികോപ്റ്റർ ഉപയോഗപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഐക്യവേദി രംഗത്തെത്തി. മത്സ്യബന്ധനത്തിനിടെ തൊഴിലാളികൾ മുങ്ങിമരിക്കുന്നത് പതിവാകുന്നുവെന്നും 2 ആഴ്ച മുമ്പും പുതുവൈപ്പിനിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 2 പേർ മുങ്ങിമരിച്ചെന്നും മത്സ്യത്തൊഴിലാളി ഐക്യവേദി പ്രസിഡന്റ് ചാൾസ് ജോർജ് പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ ദുരവസ്ഥയ്ക്ക് നേരെ സർക്കാർ കണ്ണടയ്ക്കുന്നു. അപകടമുണ്ടായാൽ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സഹായം ലഭിക്കുന്നത് അപൂർവമായി മാത്രമാണെന്നും മത്സ്യത്തൊഴിലാളി ഐക്യവേദി നേതാവ് ചാൾസ് ജോർജ് ആരോപിച്ചു. രൂക്ഷമായ കടൽക്ഷോഭത്തിൽ കടലിൽ കാണാതായ അഞ്ചുതെങ്ങിലെ ഷിജിൻ, വിഴിഞ്ഞത്തെ ജോൺ, നീണ്ടകരയിലെ ഗൗതം കൃഷ്ണ എന്നീ മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ അധികൃതർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് ആത്മവിശ്വാസമേകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയാണ് സംഭവിച്ചതെന്ന് പറയാതെ വയ്യ.